നല്ല ഇളം കാറ്റ്, വയലുകൾക്ക് നടുവിൽ ബണ്ട് റോഡ്, ബണ്ടിന്റെ ഓരത്ത് തണൽ മരങ്ങൾ. ഓഹോ, എന്തൊരു നല്ല കാഴ്ചയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഏതാണ് ആ സ്ഥലമെന്ന് കണ്ടുവരാം. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഈ പ്രദേശത്തെ സർക്കാർ ഒന്ന് ഗൗനിക്കണമെന്നത് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരുവശങ്ങളിലും പാടശേഖരം, നടുവിൽ കൂടി ഒരു റോഡ്. അങ്ങനെ ആ റോഡിൽ കൂടി ഒന്ന് നടന്നു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പന്തളം ചേരിക്കൽ എന്ന സ്ഥലത്താണ്. ഈ റോഡ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബണ്ട് റോഡാണ്. ഇവിടെ പാടശേഖരമാണ്. ആളുകൾ വിശ്രമിക്കാനും ഒപ്പം തന്നെ കാഴ്ചകൾ കാണാനുമായി ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ ഒരു ഇരിപ്പിടം ഇവിടെ കാണാം. ഈ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് സായാഹ്ന സമയങ്ങളിലും ഒപ്പം തന്നെ രാവിലെയുമൊക്കെ ധാരാളം ആളുകളാണ് ഈ പാടശേഖരത്തിൻ്റെ മനോഹാരിത കാണാൻ എത്തുന്നത്. ഇപ്പോൾ എത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്? ഇവിടെ രാവിലെയും വൈകിട്ടുമായി, രാവിലെ നടക്കുവാനും വൈകിട്ട് ഈ കാഴ്ചകൾ കണ്ട് ഇരുവശങ്ങളിലും പാടശേഖരങ്ങളായിട്ടുള്ള ഈ പ്രദേശം കാണാനായിട്ട് പുറത്തുനിന്ന് ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. മാത്രമല്ല, ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഞാറ്റുവേല കിളികളുടെ കൂടൊരുക്കുന്നതും അതേപോലെ തന്നെ ഞാറ്റുവേല കിളിയും ഒക്കെ കാണാൻ വേണ്ടുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇരിപ്പിടങ്ങൾ ഒരുക്കൽ, ഇതിന് ഇരുവശങ്ങളിലും ഇരിപ്പിടങ്ങൾ ഒരുക്കിയാൽ കുറച്ചുകൂടി പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ ഗ്രാമത്തെ കാണുവാനും ഈ ഗ്രാമ സൗന്ദര്യം ആസ്വദിക്കുവാനും എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പന്തളം നഗരസഭയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നടത്താൻ കഴിയുമോ? പരമാവധി അതിനുള്ള ശ്രമമാണ്. ഒരു ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെ അത്തരം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഈ തവണ ആരംഭിച്ചിട്ടുണ്ട്. കരിങ്ങാലി പാടശേഖരത്തെ ഈ ഭാഗത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. എപ്പോഴും കാറ്റാണ്, ഒപ്പം തന്നെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളും. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ടപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.